കേരളത്തിൽ ഏറ്റവും അധികം ശർക്കര ഉൽപ്പാദിപ്പിച്ചിരുന്ന മഴനിഴൽ പ്രദേശമായ ഇടുക്കി മറയൂരിലെ കരിമ്പ് കൃഷി കുറയുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മായം കലർന്ന ശർക്കരയുടെ വരവ് മറയൂർ ശർക്കര ഉൽപ്പാദനത്തിന് തിരിച്ചടിയായി. ഒരു റിപ്പോർട്ട്. ഗുണമേന്മയ്ക്ക് ഭൌമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര വ്യവസായം പ്രതിസന്ധിയിലായി. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ ശർക്കരയുടെ വരവാണ് കേരളത്തിന്റെ അഭിമാന ഉൽപ്പന്നത്തെ വിപണിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത്. മറയൂർ ശർക്കരയുടെ മധുരം ഏറെ പ്രശസ്തമാണ്. എന്നാൽ അതുണ്ടാക്കുന്ന കർഷകരുടെ ജീവിതത്തിന് ആ മധുരം നഷ്ടപ്പെട്ടു. മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ ഉപ്പുരസവും ഉണ്ടാകും, മധുരം മാത്രമുണ്ടാകും. ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്തോ ഏത് ജില്ലയിലോ എല്ലാം ഉള്ള കരിമ്പെടുത്ത് നമ്മൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപ്പുരസോ പുളിപ്പോ ഉണ്ട്. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടുകാർ ശർക്കരയിൽ ഉപ്പ് ചേർക്കാറുണ്ട്. മറയൂർ ശർക്കരയ്ക്ക് നിർമ്മാണ ചെലവും കൂടുതലാണ്. 1500-ലേറെ ഏക്കറിലുണ്ടായിരുന്ന കരിമ്പ് കൃഷി ഇപ്പോൾ 300 ഏക്കറിലേക്ക് ചുരുങ്ങി. മുടക്ക് കൂടുതലും മുതല് കിട്ടാതെയും വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷികളൊക്കെ നിന്ന് ഇപ്പോൾ എല്ലാ കൃഷിയൊക്കെ നിന്നുപോയി. ഇപ്പോൾ 850 കൃഷിക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 600 കൃഷിക്കാർക്കേ കാണുകയുള്ളൂ. മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാണ് ശർക്കര നിർമ്മിക്കുന്ന ആലകൾ. കരിമ്പിന്റെ നീരെടുക്കുന്നതും അത് തിളപ്പിച്ച് ശർക്കരയാക്കി മാറ്റുന്നതുമായ പ്രക്രിയ ആലകളിലെത്തുന്നവർക്ക് കാണാൻ കഴിയും. മായമില്ലാത്ത മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ന്യായമായ വില ലഭിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.